അയ്യോ ഇത് മിക്കുമോളാണ് ഈ വരുന്നത്. പിങ്കുവേ പപ്പിയേ എന്തേ ഞാൻ കഥ തുറക്കുന്ന സൗണ്ട് കേട്ടപ്പം ഞാൻ സൗണ്ട് കേൾക്കാതാണ് എന്നെ തുറന്നത്. പിങ്കുവേ എന്തിയാ പിഞ്ചുമോൾ എന്തിയേ മിക്കുമോളെ നമ്മുടെ പിഞ്ചുമോൾ എന്തിയേ. ഇന്നലെ വൈകുന്നേരം ആ മഴ മൊത്തവും നടന്ന് അയ്യോ എഞ്ചുപോയത് ആ എല്ലാവരും മണ്ണിട്ടുണ്ടേ. അയ്യോ എന്ത് മുഖത് ഇച്ചിച്ചി ഉണ്ടോ ഇച്ചിച്ചി. ഇന്നലെ വൈകിട്ടത്തെ ആ മഴ മൊത്തം ആ നനഞ്ഞ് മൊത്തം ദേഹം മൊത്തം അഴുക്ക. എന്തോ പറ്റി ഒരു കൂട് വൃത്തിയാക്കാൻ വന്നതാ ഞാന്. അപ്പുറത്തെ മുറി വൃത്തിയാക്കി ഞാന്. ഇപ്പുറത്തെ മുറി വൃത്തിയാക്കാൻ സമ്മതിക്കുന്നില്ല. 4 പേരും കൂടെ കയറി അതിനകത്തന്നെ കിടന്ന്. സാധാരണ ഞാന് അഴിച്ചു വിടുമ്പോഴേ വൃത്തിയാക്കുന്ന കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നിനി കുറച്ച് കഴിയുടെ സമയം കിട്ടിയില്ല രാവിലെ. അപ്പം വൃത്തിയാക്കാനായിട്ട് വന്നപ്പം 4 പേരും ഇറങ്ങുന്നില്ല കൂട്ടിന്ന് കേട്ടോ. 4 പേരും കൂട്ടിന്ന് ഇറങ്ങുന്നില്ല. ഇങ്ങൊന്ന് ഇറങ്ങാമെങ്കിൽ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി തരാം. എന്നാ പിങ്കുവിനെ ഞാനിപ്പോ അതൊന്ന് കഴിവിച്ച് വിട്ടിട്ട് വീടിന് അവിടെ പോയി മണ്ണ് മാന്തി മൊത്തം അഴുക്കാക്കി നോക്കിയാട്ടെ. മൊത്തം മണ്ണ. ആ മണ്ണ് ചവിട്ടി കുഴച്ചുകൊണ്ടാണ് അതിനകത്തോട്ട് കയറിയേക്കുന്നത് ഈ പിങ്കു. ബാക്കിയുള്ളവരെ നോക്കാം, ഈ പിങ്കുവിനെ നോക്കാം. അതാണ്ട് ഇപ്പുറത്തെ സൈഡ് വന്നി നോക്ക്, ഇപ്പുറത്തെ സൈഡ് വന്നി നോക്ക്. മൊത്തം മണ്ണാക്കി വെച്ചിട്ട് ഇറങ്ങത്തില്ല. 4 എണ്ണം. ആ ചോറും എല്ലാം അവിടെ വലിച്ചു വാരിയിട്ട് ഞാൻ അവിടെ കഴിവിട്ട് ഇതിനല്ലേ കൂടെ കയറ്റുന്നത്. അല്ല അവളെ ഇനി വീണ്ടും കഴിവിക്കാൻ പോവാ ഞാൻ. ഉറങ്ങി എഴുന്നേറ്റ് വന്ന് ആഷ്മിയുടെ കോലം നോക്കെ സമ്മതിക്കത്തില്ല എടുക്കാൻ വീഡിയോയെ. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. പക്ഷെ ഇന്ന് സ്കൂളിൽ പോയില്ല. ലച്ചുവിന് 2 ദിവസമായിട്ടൊരു പനി ഉണ്ടായിരുന്നു. അപ്പൊ 2 ദിവസം കൊണ്ട് ഞാൻ സ്കൂളിൽ പോവണ്ട ആശുപത്രി പോകാന്ന് പറഞ്ഞപ്പോഴും ലച്ചു കേട്ടില്ല. സ്കൂളിലങ്ങ് പോയി കേട്ടോ. 10ാം ക്ലാസ് ആയതുകൊണ്ട് ക്ലാസ് മുടക്കണ്ടല്ലോ ഒന്നും വിചാരിച്ചങ്ങ് സ്കൂളിൽ പോയി. പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം പിന്നെ പനി അങ്ങോട്ട് മാറാത്തതുകൊണ്ട് സ്കൂളിൽ നിന്ന് വിളിച്ച് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി മരുന്നൊക്കെ മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. ലച്ചു പോവാത്തോണ്ട് തന്നെ ആഷ്മിയും പോയിട്ടില്ല. പിന്നെ തിങ്കളാഴ്ച ഇനി എക്സാം തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചാൽ എന്നാ പിന്നെ വീട്ടിൽ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നതോടൊപ്പം പഠിക്കുകയും കൂടെ ചെയ്തോട്ടെന്ന്. വീട്ടിൽ ഇരുന്ന് പഠിച്ചാൽ മതി. പനിയാണെങ്കിലും ക്ലീനിങ് ആണ് കേട്ടോ. എല്ലാം അലങ്കോലമാക്കി ഇടാൻ ആഷ്മിയും എല്ലാം വൃത്തിയാക്കാൻ ലച്ചുവിനാണെങ്കിൽ അങ്ങ് ദേഷ്യമാണ് വലിച്ചു വാരി ഇടുന്നത്. അതിന് എന്നോട് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് താണ്ട ക്ലീൻ ആക്കും ഇവിടെ എല്ലാം കേട്ടോ. പണ്ടത്തെ MGM സ്കൂളിലെ ആൽബം അല്ലേ കേട്ടോ. ഇതെന്തിനാ പിന്നെ അതിനകത്ത് നിങ്ങൾ എടുത്തേ? ഇത് ടൂറിന് പോയപ്പോൾ ഉള്ളതല്ലേ? എവിടെ ടൂറിന് പോയപ്പോഴാ? കൊടൈക്കനാലിൽ പോയപ്പോൾ 8ാം ക്ലാസ്സിലല്ലേ? ഓ ഇത് ഞങ്ങള് ഇവിടെ പോയതാ. നീ എന്തിനകത്ത്? ഞാൻ അമ്മ ആശി എന്തി? ആശി തറയിലുണ്ടേ നൂത്ത് വെയ്യത്. പക്ഷെ കാണാനില്ല കേട്ടോ. ബാക്കി എല്ലാരും തല വീളിൽ കാണാനുണ്ട്. എന്റെ തലയെ കൊണ്ട് വിട്ട് കരുത്തിക്കൊണ്ട് വിട്ട്. ആശി മാത്രം കാണാനില്ല. കുറച്ച് കേറി പോയി. എന്നിട്ട് 7 വർഷത്തുള്ളത് വർഷങ്ങളായത്. അത് 18 18 10 വർഷം. ഇതെല്ലാം MGM സ്കൂളിൽ പഠിച്ചപ്പോ ഉള്ള അവരുടെ പ്രോഗ്രാമിലൊക്കെ പങ്കെടുത്തപ്പോ ഉള്ള ഇതൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് പക്ഷെ അന്ന് ഉത്സാഹം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിനും അങ്ങ് ഇറക്കുമായിരുന്നു. ഡാൻസിനും പാട്ടിനും എല്ലാത്തിനും ഇതെല്ലാം ഉണ്ടോ അതിനെല്ലാം ഞാൻ ഇറക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മള് പറഞ്ഞാലും അവർ ഇറങ്ങത്തില്ല. ഞാൻ എല്ലാ ഡാൻസിനും ഉണ്ട്. ഇതിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസ് അന്ന് പങ്കെടുത്ത എല്ലാത്തിനും പ്രൈസും കിട്ടിയായിരുന്നു. ഞാൻ മാത്രം ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ ഇവരൊക്കെ ചിരി. ഡാൻസ് പാട്ട് എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങൾ ടൂറിന് പോയപ്പോ ഉള്ളത് എവിടെ പഠിച്ചപ്പോ ഉള്ളതല്ല. കൊയറിനൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാലുള്ള ഒരു പ്രശ്നം ഇതാണ് കേട്ടോ. സ്കൂളിൽ പോയ ഒരു സമാധാനമുണ്ട്. ഇത് നോക്ക്, രണ്ടും കൂടെ രാവിലെ തുടങ്ങിയ വഴക്കാണ്. ഇവിടെ ക്ലീൻ ചെയ്യാനായിട്ട് ആശി സമ്മതിക്കുന്നില്ല. ആശി ഇതിന്റെ മണ്ട കയറി കിടക്കുക. അടങ്ങിയിര്. ആശി അങ്ങ് സ്കൂളിൽ പോ. സമയമൊന്നും ആയില്ല. ആശി അങ്ങ് സ്കൂളിൽ പൊക്കോ. ആഷ്മി അങ്ങ് സ്കൂളിൽ പൊക്കോ. ഇതാണ് ഇനിയിപ്പൊ ഇവിടെ അങ്ങ് അടിയും മഴക്കുവേ ഉള്ളു രണ്ടും കൂടെ കേട്ടോ. എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെ. എന്നാലും ആഷ്മി ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടത് അവള് കഷ്ടപ്പെട്ട്. നീ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? ഇന്നത്തെ ദിവസം എനിക്കൊരു സമാധാനം ഇല്ല കേട്ടോ. ഈ രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉള്ള ദിവസം ഫുൾ ടൈം അടിയാ. അവള് ഇതെല്ലാം വൃത്തിയാക്കിയിട്ടതും കയറിപ്പോയാ
ലക്ഷ്മി ലച്ചു കയറിപ്പോയി, പിണങ്ങി കയറിപ്പോയി കേട്ടോ. അതാണ്ട് ഇത് നോക്കേ, അവള് ചൂലുമൊക്കെ എടുത്ത് തൂക്കാനായിട്ട് എടുത്തപ്പോൾ അതാണ്ട് ഇവിടെ നിന്ന് വിരിച്ചിടാൻ അവള് അമ്മയ്ക്കത്തില്ല. സമയം 9 മണിയായിട്ടുണ്ട്. ഞാൻ അരിയൊന്നും ഇട്ടില്ല കേട്ടോ. അരിയൊക്കെ ഞാൻ അതാണ്ട് ഇടാൻ പോകുന്നതേ ഉള്ളൂ. പിള്ളേർക്ക് പോകണ്ടാത്തതുകൊണ്ട് ഇന്നലെ ഇട്ടില്ല. പിന്നെ രാവിലെ പിങ്കുവിൻ്റെ വിഷയം. പിന്നെ ഇപ്പം ഇങ്ങോട്ട് അരി ഇടാൻ വന്നപ്പോഴാണ് രണ്ടെണ്ണത്തിനെയും കൂടെ അടിയും മഴക്കും കേട്ടോണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നത്. അമ്മയാണെങ്കിൽ രാവിലെ നല്ല ചീനയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ താമസത്തിന് ശേഷം നമ്മൾ ചീനി അങ്ങനെ എടുത്തിട്ടില്ല. ഇത് 2ാമത്തെ ആവർത്തി കേട്ടോ. അതിനുള്ള മീനൊക്കെ ഇനി മേടിക്കണം. ചീനയൊക്കെ അമ്മ അരിഞ്ഞു വെച്ചിട്ട് അമ്മ കട തുറക്കാനായിട്ട് പോയിട്ടുണ്ട്. പാത്രമെല്ലാം ഇന്നലെ കഴുകി വെച്ചത്, ഇതൊന്നും അടുക്കി വെച്ചില്ല. അപ്പോഴേ ഞാൻ മണി 10 ആയിട്ടോ. ഞാൻ നല്ല പഴകിന് കഴിക്കാൻ തീരുമാനിച്ചേ. അപ്പൊ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ 2 ഉണക്കമീൻ വറുത്തിട്ടുണ്ട്. ഇന്നലത്തെ മീൻ മട്ടക്കറി ഒഴിഞ്ഞെടുത്തിട്ടുണ്ട്. ലേച്ച് ദോശയും അതും കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ രാവിലെ ഒരു പുളിശ്ശേരിയും കൂടെ ആക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചീനി ഇട്ടേച്ച് പുളിശ്ശേരി എടുക്കാം. അമ്മ അരിഞ്ഞ് വെച്ചിട്ട് പോയ ചീനി ഞാനത് വേവിച്ചിട്ടുണ്ട്. വേണ്ട ഇല്ല, അങ്ങോട്ട് ഇടുന്ന കാര്യപ്പാട്. അപ്പൊ തന്നെ കൊതി വരുന്ന ആഷ്മി വേണ്ട പല്ല് ആഷ്മി. ഇപ്പൊ തന്നെ പുളിശ്ശേരിയും കൂടെ ആക്കിയിട്ടുണ്ട്. പച്ചമുളക് ഇടുന്ന പച്ചമുളക് ഇതിനകത്ത് പുളിശ്ശേരി കത്തി കിടക്കുന്ന പച്ചമുളക്. ഇത് കുറച്ച് കറി മതി എനിക്ക്. ഉണക്കമീനും കൂടെ എടുത്ത് ഇച്ചിരി വലിപ്പമുള്ള എടുക്കാം. ഒരു ഉണക്ക ഇച്ചിരി മൂപ്പ് കുറഞ്ഞ ഒരു ഉണക്കമീനും കൂടെ എടുത്ത് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഞാൻ കഴിക്കുന്നത് കാണിക്കാം കേട്ടോ. തണുപ്പായാലും ചൂടായാലും എപ്പോൾ ആഹാരം കഴിക്കാൻ ഇവിടെ വന്നിരുന്നാലും ഫാനം ഇട്ട് കൊടുക്കുക. എനിക്കതെങ്കിൽ അങ്ങനെ ചൂടങ്ങനെ എപ്പോഴും ഉള്ളൊരു വ്യക്തിയല്ല കേട്ടോ. എനിക്കിങ്ങനെ എപ്പോഴും ഇത് വേണ്ട. ഞാൻ പഴങ്ങിനി എടുക്കുന്ന കണ്ടേച്ച് 2 പേരും എൻ്റെ അപ്പുറം ഇരിക്കുന്നുണ്ട്. ലച്ച് വീഡിയോ എടുക്കുന്നുണ്ടാണ്. കളർ കുറച്ച് കുറഞ്ഞു പോയി. കളർ കുറച്ച് കുറഞ്ഞു പോയി പഴങ്ങിനിയുടെയാണ്. ഞാൻ മീൻ കൂട്ടാൻ ചാറൻ മാറ്റി വെച്ചില്ലേ, അതുകൊണ്ടാണ് കുഴപ്പമില്ല. അപ്പം ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കാണിച്ചത് കാണില്ലാണ്. ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഞാനാണ് കേട്ടോ. നമ്മളിത് സ്ഥിരം കഴിക്കുന്ന കേട്ടോ. നമുക്ക് പിന്നെ പുതുമയൊന്നും ഇല്ല, സ്ഥിരം കഴിക്കുന്നേ. മുളക് കുറച്ചതും കൂടെ വേണമായിരുന്നു. ആശി നോക്കിയിരിക്കുന്ന കഷ്ണത്തോട് കൊടുക്കുമ്പോ ശകലം ഉപ്പ് കൂടിപ്പോയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ ഇച്ചിരി മീനും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഇത് കഴിക്കാൻ ഇവിടെ ആളുണ്ട്. എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആശ്മിക്ക് കൊടുക്കാം. ആശ്മി കുറെ നേരം കൊണ്ട് പൊതുവിട്ടോണ്ടിരിക്കുകയാണ്. വേണ്ടാന്ന് അശ്മിക്ക് വേണ്ടാന്ന് കേട്ടോ. അപ്പൊ ലച്ചിന് കൊടുക്കാം. ഞാൻ കഴിക്കാം. ഞാൻ അങ്ങോട്ട് ഒരാളിരുന്നായിരുന്നു. നല്ല ടേസ്റ്റ്. അപ്പൊ ഇനി ദോശ ആയിരുന്നു മുരിഞ്ഞ ദോശ ഉണ്ടാവില്ല. അങ്ങനൊന്നും പിടിക്കത്തില്ല കേട്ടോ, പിടിക്കത്തില്ല പിള്ളേർക്കൊന്നും. നെറ്റുവിന് കൊതി കാരണം കൊടുക്കുക. മക്കളും വേണ്ട വേണ്ട കളം പിന്നെ കഴിച്ചു കാണാം. മീനൊക്കെ വാങ്ങാൻ പോണം. അപ്പോഴേ ഏതാണ്ട് ഞാൻ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. നല്ല മത്തിയാണ് കിട്ടിയത്. കുറേ ദിവസം കൊണ്ട് ഇവിടെ മത്തി കിട്ടുന്നില്ലായിരുന്നു. ചങ്കരവായും അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. എന്തായാലും ഇന്ന് നമുക്ക് കുറച്ച് മത്തി കിട്ടി. ചീനി ഉണ്ടായതുകൊണ്ട് ചീനിക്ക് നല്ലത് മത്തിയാണല്ലോ. സന്തോഷമായി. ഒരാൾ പഠിക്കുന്നു, ഒരാൾ കളിക്കുന്നു. 2 പേർക്കും ഒരുപോലെ എക്സാം ഉള്ളതാണ്. ലച്ചുവിന് ഇത് ഇവിടെ ഇരുന്നേ പഠിക്കാൻ കണ്ടുള്ളില്ലേ. അതുകൊണ്ട് ഓൺലൈനിൽ കാണുന്ന ക്ലേ എല്ലാം കൂടെ മേടിച്ച് കൂട്ടുക, ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഉണ്ടാക്കുക. ഇതൊക്കെ എന്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നേ? അപ്പൊ നീ പഠിക്കുമല്ലായിരുന്നോ? പഠിക്കും, കുറച്ച് മുമ്പ് ഉണ്ടാക്കിയ ഇത് ഞാൻ ഉണ്ടാക്കിയത്. എന്തിനാ വിച്ചോ? വിച്ച് എന്തൊക്കെയാന്ന് ആർക്കറിയാം. ഇത് വെച്ച് അത് വെച്ച് മറ്റേത് വിച്ച്. ഇതോ ഇതിന് പെറ്റാ. ഇതിന്റെ പെറ്റ് മാച്ചിങ്. ഇത് നമ്മുടെ ആഷ്മിയുടെ സൃഷ്ടിയാണ്. ആഷ്മിക്ക് പിന്നെ തീറ്റ സാധനങ്ങളല്ലേ ഉള്ളൂ. അല്ല ഡോണറ്റ് അതോ ഉഴുന്നുവടയാണ്, എന്തുവാന്ന് അറിഞ്ഞൂടാ. ഇതെന്തുവടെ ഈ സാധനം? പോണ്ടോ?
പറയണം അതൊക്കെയാന്ന് എന്നെങ്കിലും അറിയാം. കുഴപ്പമില്ല. പക്ഷെ മറ്റന്നാൾ ഈ പരീക്ഷയാണ്, അതും കൂടെ ഓർമ്മ വേണം കേട്ടോ. എല്ലാം നല്ലതാ രണ്ടുപേരുടെയും നല്ലതാ. അങ്ങനൊന്നും ഇല്ല, എല്ലാവരുടെയും നല്ലതാണ് കേട്ടോ. അവിടെ നിന്ന് പഠിക്കുക. ഇനിയിപ്പോ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എല്ലാം നല്ലതാ. എനിക്ക് ഏതാണ്ട് ഇതാ ഇഷ്ടപ്പെട്ടത് കുറച്ചുകൂടെ. മൂങ്ങയും എന്നാണ്ട് ഒച്ചിനെ ഇഷ്ടപ്പെട്ടില്ല. ഇത് കൊള്ളാം, ആശി ഉണ്ടാക്കിയ അതെല്ലാം കൊള്ളാം. ഇനിയിപ്പോൾ മതി, നിങ്ങൾ പോയിരുന്ന് പഠിച്ചോട്ടോ. നല്ല മഴ വരുന്നുണ്ട്. ലച്ചുവിന് വൈകിട്ട് ട്യൂഷനുണ്ട് മാത്സിൻ്റെ. അപ്പോൾ ഓക്കെ. എന്റെ മന്ത്രവാദിനെ ഷെൽഫി വെക്കാൻ പോകുന്ന ഇതിനെല്ലാത്തിനെയും കൂടെ. ഇതൊന്നും ഒട്ടിപ്പിടിക്കത്തില്ലേ? എന്റെ മന്ത്രവാദിനെ ഇതെല്ലാം കൂടെ ഇവിടെ അടുക്കി വെക്കുകയാണോ? ആദ്യയുടെ ഫ്രണ്ട് ഇരിക്കട്ടെ. മന്ത്രവാദിയോ? ഇതെല്ലാം കൂടെ ഇവിടെ വൃത്തികേടൊന്നും ആവത്തില്ലേ? വൃത്തികേടാവത്തില്ലെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ തുടച്ച് വൃത്തിയാക്കേണ്ടി വരും. കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ഷോയ്ക്ക് കൊള്ളാം. എലിയെന്നത് അത് പറഞ്ഞപ്പോ അയ്യോല്ല. അവിടെ ലച്ചു ഉണ്ടാക്കി ഒച്ചിനെ തിളക്കി കളഞ്ഞു. എന്തോ എടുത്താലും പിന്നെ അടിയും മഴക്കില്ലേ അത് കലാശിക്കും. ഇവിടെ അങ്ങനാണ് കേട്ടോ. ഇപ്പൊ പരസ്പരം ഓരോരുത്തരും ഉണ്ടാക്കിയത് നശിപ്പിക്കും, മൊത്തം കുളവാക്കും. പക്ഷെ അത് ഭംഗിയുണ്ട്. അവിടെ അങ്ങനെ ഇരുന്നോട്ടെ പിള്ളേരെ. ഇനിയിപ്പോ ഒരാടെ ഒച്ചിനെ നശിപ്പിച്ചതിന് ഇതായിട്ട് ലച്ചുവിന്റെ ഒച്ച് നശിപ്പിക്കല്ലേ, അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ അതിന് പ്രതികാരമായിട്ട് ആശയുടെ എന്തെങ്കിലും നശിപ്പിക്കും, വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരം. ഇത് മൊത്തം നശിച്ചു പോകും. ഇത്ര നേരം മെനക്കെട്ടത് മാത്രം മിച്ചം. ഇനി പോരുന്ന് പഠിച്ചു. ഇവിടെ ക്ലീൻ ആക്കിട്ടെ, ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് പോരുന്ന് പഠിച്ചു. മൂക്കില് പനി. അപ്പൊ ശരി, പോരുന്ന് പഠിച്ചു. അപ്പോഴേ എന്റെ മീൻ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വലിയ മത്തി ആയണ്ടേ ഞാൻ രണ്ടായിട്ട് കണ്ടിച്ചിട്ടത്. അല്ലെങ്കിൽ അരപ്പ് പിടിക്കത്തില്ല. മുഴുവനെ ഇട്ടാൽ അരപ്പ് പിടിക്കത്തില്ല. അതുകൊണ്ട് രണ്ടായിട്ട് കണ്ടിച്ചെന്നിട്ട്. അപ്പം എൻ്റെ ഉച്ചക്കത്തേക്കുള്ള ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. ഇനി ചോറ് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കൂട്ടി. ഞങ്ങളങ്ങനെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ നടക്കാൻ ഇറങ്ങി കേട്ടോ. ഞങ്ങളെല്ലാ ദിവസവും നടക്കാറുണ്ട്. വൈകുന്നേരമാണ് നടക്കുന്നത്. രാവിലെ നമുക്ക് പിന്നെ എന്താ ലച്ചുവിന് 8 മണിക്കൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ സമയം കിട്ടത്തില്ല. അപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരമാണ് നടക്കാൻ ഇറങ്ങുന്നത് കേട്ടോ. ഓരോ ദിവസം ഓരോ റൂട്ടാണ്. എല്ലാ ദിവസവും ആഷ്മിയില്ല, ഞാനും ലച്ചു മാത്രമേ കാണത്തുള്ളൂ. ആഷ്മി അങ്ങ് ട്യൂഷനുമില്ല. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഞാനും ലച്ചും കൂടെ ആയിരിക്കും മിക്കവാറും. അങ്ങനെ ഞങ്ങൾ നടന്ന് നമ്മുടെ മലനടയിലെത്തി കേട്ടോ. ഇന്ന് മലനട റോഡാണ് പിടിച്ചത്. ഓരോ ദിവസവും ഓരോ റോഡാണ്. അങ്ങനെ നമ്മുടെ മലനാടയിലെ ഭംഗി കണ്ടോ. മലനാടയുടെ അപ്പോൾ ഇങ്ങോട്ട് മലനാട സൈഡിലോട്ട് വന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ പണ്ട് ഞങ്ങൾ മെക്കുനെയും പെങ്കുനെയും കൊണ്ടൊക്കെ വരുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇവിടെ കാരണത്തിട്ട് കൊണ്ടുവന്നിട്ട് ഈ വയലിൽ കൂടെ അവർ ഓടുന്നതും ചാടുന്നതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മലനാടയിൽ കൂടെ അങ്ങോട്ട് കയറാം. മലയുടെ മുകളിലോട്ട് കയറി അങ്ങനെ പോകാം. പക്ഷെ നമ്മളിപ്പോൾ നടക്കാൻ ഇറങ്ങിയതായതുകൊണ്ട് അമ്പല കോമ്പൗണ്ടിലൊന്നും കയറുന്നില്ല. വേണ്ട, നമ്മൾ മീനുമൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ കുളിച്ചില്ലല്ലോ. അങ്ങനെ നമ്മൾ അമ്പല കോമ്പൗണ്ടിലൊന്നും ഞങ്ങൾ ചിക്കനായിട്ട് വണ്ടി സൈഡ് പറയില്ലേ അങ്ങനെ പോകണ്ട. നമ്മൾ നടക്കാൻ ഇറങ്ങിയതല്ലേ, നമ്മളല്ലാതെ നമ്മളെപ്പോഴും കാണുന്ന സ്ഥലമല്ലേ ഇവിടെയൊക്കെ. അപ്പോൾ പിന്നെ നമ്മളെന്തെങ്കിലും ഇങ്ങനെ കയറിപ്പോൾ നമ്മൾ നടക്കാൻ ഇറങ്ങിയപ്പോൾ അതിൻ്റെ രീതിക്ക് കണ്ട ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇവിടെ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലതാണ്. നമുക്ക് ഇവിടെ വെച്ച് അതിൻ്റെ പയ്യേ എന്നിട്ട് അങ്ങനെ വരുന്നില്ല. ഞാൻ ഇങ്ങനെ പോകുന്നുള്ളൂ, റോഡിൽ കൂടെ പോകുന്നുള്ളൂ. നടക്കാൻ പറ്റത്തില്ല, വൈദ്യുതി കൂടെ ഇറങ്ങിപ്പോയി നമുക്ക് നടക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് വേറൊരു ദിവസം നമ്മൾ അങ്ങനെ വന്ന് വീഡിയോയൊക്കെ എടുത്തിട്ട് നമുക്ക് വേറൊരു ദിവസം വരാം. ഇപ്പം നമുക്ക് ഇവിടെ വെച്ചിട്ട് പിടിച്ചില്ല സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ വെച്ച് പോത്താൻ മറിയതാണ്. അതുപോലൊരു സൗണ്ടായിരുന്നു ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ. അതുപോലെ അവിടെ പോത്ത് നിൽക്കുന്നു. കാറാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തേലും കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ഒന്ന് ചെയ്തു തരാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ.